മെയ്ദിനെ ആ ചെറിയ സ്പാനർ ഇരിക്കടോ എടുക്കളെ. വിനയം കാണിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ട്രോളും കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? സന്തോഷായി. സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന് ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. എളിമ കാണിച്ചാലും കുഴപ്പമാണ്. ഇപ്പോൾ മറ്റേത് പറയും ഇവൻ എളിമ എന്റെ ആകാരിയാണെന്ന്. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ട്രോളി കൊല്ലാണ്. എഴുന്നേൽക്ക്. പക്ഷെ ശകലം കുറച്ചാ നല്ലത്. നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ, ഇനി ശ്രദ്ധിക്കണ. ട്രോളുകൾ അവർക്ക് ട്രോളാനുള്ള ഒരു സാഹചര്യം മാക്സിമം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്, അത് കറക്റ്റാണ്. ആൾക്കാർ അവരെയും കുറ്റം പറയുന്നത്. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. തെറ്റായി പോയിന്നറിയാം, പോട്ടെ, ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. പിന്നെ എവിടെ വിനയേട്ടന് 4 ക്യാമറയും 10 ആളെയും കാണുമ്പോൾ മാത്രമാണല്ലോ കുനിഞ്ഞിക്കാൻ പറ്റുക. അപ്പോൾ മാത്രം വരുന്ന വിനയാണല്ലോ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം ഈശ്വര, എന്തൊരു ചൈതന്യം. പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. റിയൽ ലൈഫിലെ ഓസ്കാർ അഭിനയത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം തോന്നുന്നു. മരിച്ച സമയത്ത് എടുത്ത വീഡിയോയിലടക്കം ഇയാളുടെ എനിക്കിത് അഭിനയമായിട്ടാണ് തോന്നിയത്. Great human being, past 30-35 years, very good family friend. அவர் டைரக்ஷன்ல நடிக்க முடிஞ்சது என்னோட புண்ணியம். ഇവിടെ എന്തിനാ മൈക്ക് വരുമ്പോ കൈകൂപ്പി നിൽക്കുന്ന ഈ മനുഷ്യൻ? അപ്പൊ മരണവീടാണ്, മരണമാണ്, ആ റെസ്പെക്ടിന്റെ സിംബോളിക് ആയിട്ടുള്ള സാധനം കാണിക്കുകയായിരിക്കും. മലയാളിക്ക് ഇത്ര എളിമ കൊടുക്കരുത്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.